എല്ലാവർക്കും വെൽക്കം ടു റിവ്യൂ ചാനൽ. നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ തുടരും എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ്. എൻ്റെ സിനിമയല്ല, തുടരും എന്ന് പറയുന്ന സിനിമയുടെ എൻ്റെ റിവ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ ടിപ്പിക്കൽ സെറ്റപ്പിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പുതിയ PC കഴിഞ്ഞ ദിവസം എടുത്തതാണ്, പക്ഷേ ഇപ്പോഴും അത് സെറ്റപ്പ് ചെയ്തിട്ടില്ല. അതിൻ്റെ വേറെ പ്രശ്നങ്ങളെല്ലാം ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, തുടരും. അപ്പോൾ നോർമലി ഒരു മലയാള സിനിമയ്ക്ക് പോകുമ്പോൾ, എസ്പെഷ്യലി ഒരു മോഹൻലാൽ സിനിമയ്ക്ക് പോകുമ്പോഴത്തേക്കും അമ്മേനെയും അപ്പനെയും ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ സിനിമയ്ക്ക് പോകുന്നത്. ഇത്തവണ അതുപോലെ തന്നെയാണ് പോയത്. എമ്പുരാൻ ഇതുപോലെ പോയിട്ടാണ് പണി കിട്ടിയത്. അത് വിട്ടുകളാം. എമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഞാൻ മറക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാഠമാണ്. അത് ഇനി ആവർത്തിക്കത്തില്ല. ഈ എമ്പുരാൻ കണ്ടപ്പോഴാണല്ലോ ഞാൻ ഓർത്തു, മോഹൻലാലിൻ്റെ ഒരു സ്പാർക്ക് ഉണ്ടല്ലോ, അത് പോയി എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ മൈ ഗോഡ്, ഈ ഒരു സിനിമ ദൈവം, ഒന്നും പറയാനില്ല. ഇപ്പോഴും ഹീസ് അമേസിങ്. പുള്ളി, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മളിപ്പോൾ ഈ പഴയ സിനിമകളുടെ ആണെങ്കിലും എന്തെങ്കിലും ഒരു സിനിമയുടെ ക്ലിപ്പ് പുള്ളി ചിരിക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് ചിരി വരും, പുള്ളി കരയുന്ന കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. അത് കുറേ കാലം അങ്ങനെ കൊണ്ടുപോയിട്ടാണ് പുള്ളി നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഈ എമ്പുരാൻ്റെ അത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്ക് പ്രത്യേകിച്ച് ഇമോഷനൊന്നും ഇല്ലായിരുന്നു. നമുക്കൊന്നും തോന്നാനോ അല്ലെങ്കിൽ പുള്ളിയെ ഫീൽ ചെയ്യാനുള്ള സ്ക്രീൻ ടൈം പോലും ഇല്ലായിരുന്നു ആ മനുഷ്യന്. പക്ഷേ ഈ ഒരു സിനിമയുടെ അകത്ത് 90% ഓഫ് ദ ടൈം ഹീ ഈസ് ദെയർ. പുള്ളി അവിടെ ഉണ്ട്. ചിരിക്കാനായിട്ടാണെങ്കിൽ, കരയാനാണെങ്കിൽ, കരയിപ്പിക്കാനായിട്ടാണെങ്കിൽ പുള്ളി അവിടെ ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡൺ സോ വെൽ. വീണ്ടും നമ്മൾ സ്പോയിലർ പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സം പോയിന്റ്സ് ഇൻ ദ മൂവി പുള്ളി കരയുന്നുണ്ട്. നമുക്ക് ശരിക്കും വിഷമം വരും. അങ്ങനത്തെ രീതിയിലാണ് പുള്ളി ഓരോ ഇമോഷനും കാണിക്കുന്നത്. പിന്നെ എനിക്ക് എമ്പുരാൻ്റെ റിവ്യൂ നിങ്ങൾ കണ്ടേക്കുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, എൻ്റെ മെയിൻ പ്രശ്നം ദ വില്ലൻ ഒരു ഊളയായിരുന്നു. വെറും ഒരു വാഴ സാധനമായിരുന്നു വില്ലൻ. ഇതിലെ വില്ലൻ, മൈ ഗോഡ്. ആദ്യം തന്നെ ഞാൻ ആ മൂവി തിയേറ്ററിൻ്റെ അകത്ത് ഒരു ഇൻ്റർവൽ ടൈം വരെ ഇരുന്നിട്ട്, നമുക്ക് വില്ലനൊക്കെ ഒരു നല്ല സ്ക്രീൻ ടൈം ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഇൻ്റർവെല്ലിൻ്റെ ആ ഒരു ലൈറ്റ് പോയപ്പോഴത്തേക്ക് ഞാൻ നോക്കിയത് തന്നെ ഇയാൾ ആരാന്നാണ്. നമ്മുടെ ഈ വോഡഫോണിൻ്റെ മറ്റേ സൂമി അതിൻ്റെയൊക്കെ ഈ ആഡ് പിടിച്ച മനുഷ്യനാണ് അങ്ങേര്. ആഡ് ഫിലിം മേക്കറാണ് പുള്ളി. പക്ഷേ എന്ത് മനുഷ്യനാണ് അങ്ങേര്. ഇത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ദൃശ്യത്തിൻ്റെ അകത്തുള്ള ഷാജോണില്ലേ, അതാണ് എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വന്നത്. പുള്ളിയുടെ റോള് ഭയങ്കര കിടിലമായിട്ടുണ്ട്. ആ ഒരു വില്ലൻ നമുക്കാളുടെ മണ്ടയടിച്ച് പൊട്ടിക്കാൻ തോന്നും. ശരിക്കും ഒരു നല്ല വില്ലൻ്റെ സൈനാണത്, അല്ലെങ്കിൽ നല്ലൊരു ആക്ടറിൻ്റെ സൈനാണത്. അതെന്താണെങ്കിലും ഇങ്ങനെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നമുക്കിനി ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്യാൻ പുള്ളി ഹീസ് വെരി ഗുഡ്. കാരണം എന്താ പറയുക, ആ ഒരു ആങ്കർ കാണിക്കുന്ന രീതിയിലുള്ള റോളുകൾ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നല്ലതാണ്. പുള്ളി അല്ലാണ്ടുള്ള തമാശയോ അല്ലെങ്കിൽ വലിയ ചിരിയോ അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്താൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഈ ഒരു റോള് വാസ് പെർഫെക്റ്റ്, വെരി വെരി ഗുഡ്. മറ്റേ രണ്ടാമത് ഒരു വില്ലനും കൂടെ ഉണ്ട്, ഒരു പോലീസുകാരൻ വില്ലനും കൂടെ ഉണ്ട്. പുള്ളി ഈ കട്ട പുറത്തിങ്ങനെ ഇട്ടിട്ട് വരുന്ന ഒരു ദിനം കൂടെ ഉണ്ട്. അങ്ങനെ ഭയങ്കര ഗഡിലുമായിരുന്നു. സിനിമയിലുള്ള ഒരുവിധം നല്ല കാര്യങ്ങൾ പറഞ്ഞു. ചീത്ത കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ എനിക്ക് സിനിമയുടെ ഒരു ഫസ്റ്റ് ഒരു 15 to 20 minutes കുറേ ഈ തമിഴ് പറയുന്നത്, പിന്നെ കുറേ ഇൻക്ലൂഷന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കുറച്ചുണ്ട്. അതെല്ലാം ഒന്ന് സ്കിപ്പ് ഓവർ ചെയ്യായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്പീഡപ്പ് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. പക്ഷേ ഐ തിങ്ക് സിനിമയിൽ ഇങ്ങനെ ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ആ ഒരു തുടക്കത്തിലുള്ളൊരു ഇച്ചിരി സ്ഥലമാണ്. സോ ഒരു ഫസ്റ്റ് 15 അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഒരു 10 minutes കുറച്ച് സ്ലോ ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ആൻഡ് ഫാമിലി മെമ്പേഴ്സ്, അതായത് ശോഭനയും 2 പിള്ളേരും, ഇവർക്കും അധികം സ്ക്രീൻ ടൈം ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ആൻഡ് ഓവറോൾ എനിക്ക് ഒരു ദൃശ്യം വൈബ് നന്നായിട്ട് തോന്നിയായിരുന്നു. ആൻഡ് വീണ്ടും മോഹൻലാലിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ റോളുകൾ പെർഫെക്റ്റ്, ഒന്നും പറയാനില്ല. ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഞാൻ ഈ സിനിമയുടെ പോസ്റ്ററും സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും ആക്ച്വലി എക്സ്പെക്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോ ഡാഡിൻ്റെ അകത്ത് മീനയും മോഹൻലാലും തമ്മിലുള്ള കുറേ ഇൻട്രാക്ഷനൊക്കെ ഉണ്ട്. നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്ന കുറേ ഇൻട്രാക്ഷൻസ് ഉണ്ട്. അതുപോലെ ശോഭനയുടെ കൂടെ ഉണ്ടാവുന്ന ഞാൻ ഓർത്തു. പക്ഷെ വീണ്ടും അവരൊരു കപ്പിളായിട്ട് സ്ക്രീൻ ടൈം വാസ് വെരി ലെസ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഇൻട്രാക്ഷൻ വരാനായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംസാരങ്ങൾ വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഭയങ്കര കുറവായിരുന്നു സിനിമയുടെ അകത്ത്. അത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. പിന്നെ ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര നന്നായിട്ടാണ് ചെയ്തേക്കുന്നത്. അതും വീണ്ടും എമ്പുരാൻ്റെയിൽ ഞാനൊരു കംപ്ലയിൻറ്റ് പറഞ്ഞത്, ഓരോ ഫൈറ്റിൻ്റെയും ഈ ബാക്ക്ഗ്രൗണ്ട് അത് ഈ അലപ്പും വെടുപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യെസ്, അതൊരു മാസ് പടമാണ്, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഇതിൻ്റെ അകത്തും ഫൈറ്റ്സിൻ്റെ പുറകിൽ, അതായത് ഫൈറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ഈ മ്യൂസിക് സാധനങ്ങളുണ്ട്. പക്ഷേ ഫോർ സം റീസൺ ഭയങ്കര നന്നായിട്ട് ബ്ലെൻഡായി പോകുന്നുണ്ട്. നമ്മൾ അത് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന പോലെയല്ല, ഇറ്റ് ഫിറ്റ്സ്.
ലൈക്ക് കറക്റ്റ് നമ്മളൊരു ജിക്സോ പസിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ഫിറ്റ് ആവുന്ന പോലെയായിരുന്നു ഇതിനകത്തുള്ള ഓരോ മ്യൂസിക്കും ഓരോ സൗണ്ട് ട്രാക്കും എല്ലാ സാധനങ്ങളും. ആൻഡ് എവറി ക്യാരക്ടർ ഈ സിനിമേൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്യിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. ലൈക്ക് ഫുൾ ഓൺ സ്ക്രീൻ ടൈം കിട്ടുന്നതെന്ന് പറയാനായിട്ട് കയ്യിലെണ്ണാവുന്ന ഒരു 10 പേരുണ്ടാവുമായിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ അവർ 10 പേരും ഭയങ്കര കിടിലമായിട്ട് തന്നെയാണ് അഭിനയിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ ഞാനും പ്രാർത്ഥിക്കുന്നത് മോഹൻലാലിന് ഇനിയും ഇങ്ങനത്തെ റോളുകൾ കൊടുക്കണേ. പുള്ളിയുടെ കഴിവ് അല്ലെങ്കിൽ പുള്ളിയുടെ ടാലൻറ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രീഡം ഉള്ള രീതിയിലുള്ള റോള് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ മാസ്റ്റർ പീസസ് നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ഓവറോൾ റിവ്യൂ ഫോർ ദ മൂവി ഇസ് 9/10. അതുകൊണ്ട് തന്നെ പറ്റുന്ന ആൾക്കാർ തിയേറ്ററിൽ പോയോ OTT വരുമ്പോഴോ എങ്ങനെയാണെങ്കിലും വീട്ടുകാരുടെ കൂടെ ഇരുന്ന് കാണുക. കാരണം നല്ല ഒരു ഫാമിലി മൂവി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആൻഡ് ഒരു മോഹൻലാൽ ഫാൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഈ സിനിമയുടെ അകത്തുണ്ട്. അപ്പോൾ ശരി എന്നാൽ